ഹലോ ഗായ്സ്, ഐ ആം അബു. ഇന്നിപ്പോൾ ഞങ്ങൾ ഒരു കൊറിയർ സെൻഡ് ചെയ്യാൻ പോവാണ് നമ്മൾ കേരളത്തിലേക്ക്. അപ്പോൾ ഞങ്ങളിപ്പോൾ DTDCക്ക് പോവാണ്. അപ്പോൾ ബാക്കിയുള്ള എല്ലാം അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം, എല്ലാം ചെയ്യാം. ഇതാണ് നമ്മൾ സെൻഡ് ചെയ്യാനുള്ള കൊറിയർ സാധനം. ഇത് തിരുവനന്തപുരത്തേക്കാണ്, ഡ്രൈ ഫ്രൂട്ട്സാണ് ഇതെല്ലാം. അപ്പോൾ ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ ഉണ്ട് പോസ്റ്റ് ഓഫീസ്, ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ്. അപ്പോൾ അതുകൊണ്ട് പോവാണ്. ഇത് ഇവിടുത്തെ ഒരു മസ്ജിദാണ്. ഇത് ഫുള്ള് ഇവിടുത്തെ ഒരു ട്രൈ ആണ്, അതായത് കാശ്മീരിൽ മാത്രം ഉണ്ടാവണ ഒരു മരമാണിത്. പോണ വഴിയാണിത് ഗായ്സ്. അപ്പം പറഞ്ഞാൽ ഇവിടെ ഒരു ആർമി ക്യാമ്പുണ്ട്. നമ്മളിപ്പോൾ ഒരു 3 രൂപയുടെ സ്ഥലത്തെത്തി. നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ റേറ്റ് ആപ്പ് ഉണ്ട്. അപ്പോൾ പോണ സ്ഥലം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വ്യൂ നോക്കി വെച്ച് ഇവിടെ പറഞ്ഞാൽ സ്നോഫാൾ ടൈമിൽ ഇവിടെ ഫുള്ള് സ്നോ ആവും. ഇവിടെ ഫുള്ളും അതായത് ഒരു ഇവിടെ മുട്ടിന്റെ അത്ര സ്നോ ഉണ്ടാവുന്ന പറഞ്ഞില്ല, മഞ്ഞായിട്ട്. ഇപ്പൊ പറഞ്ഞാൽ ഈ മല ആദ്യം പറഞ്ഞാൽ ഫുള്ള് ഇതാണ്ടായിന്ന്, പച്ചപ്പും എല്ലാം. ഇപ്പൊ ഇങ്ങനെ തണുപ്പ് ചൂടുന്നതിനനുസരിച്ചിട്ട് ആ ഫുള്ള് ഡ്രൈ ആയി. ഇനിയിപ്പോൾ അടുത്ത് സ്നോ വരും. ഇപ്പൊ പറഞ്ഞാൽ ഇവിടെ തണുപ്പ് 6-5 ആയിട്ടുണ്ട്. അപ്പൊ നല്ല തണുപ്പാണ്. എല്ലാരും ഡ്രസ്സിനെ ചേർന്നാണ്ടില്ല, എക്സ്ട്രാ 2-3-4 ഡ്രസ്സ് ചേടും ഇവിടെ. അങ്ങനെ നമ്മള് പോസ്റ്റ് ഓഫീസ് എത്താനായി ഗായ്സ്. ഇതാണ് ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ്. ഇവിടെ പഴയ ഐറ്റംസ് ആണ് ഫുള്ളും. ഇപ്പോഴും ഇവിടത്തെ പറഞ്ഞാൽ 10 ഇയർ ബാക്കിലാണ്. ഇപ്പോഴും നമ്മളെ നാട്ടിലത്തെ അതേപോലെ ഒന്നും ആയിട്ടില്ല ഗായ്സ്. നമ്മളിപ്പോൾ ഷായിലുണ്ട്, ഞാനും ഷായിലാണ് ഇപ്പോൾ പോസ്റ്റ് ഓഫീസിൽ പോകുന്നത്. ഇത് പറഞ്ഞാൽ ആർമി ക്യാമ്പാണ്. പിന്നെ അത് പറഞ്ഞാൽ ഐറ്റോർട്ടുമാണ്. പറഞ്ഞാൽ ഷായലിൻ്റെ ഹാൻഡ് റൈറ്റ് ആണ്. ഷായിൽ പറഞ്ഞാൽ പടുവാണ് ഗായ്സ്. നിങ്ങൾ പറഞ്ഞ അതേപോലെ നല്ല ആൾസോ ഫുട്ബോളർ. അങ്ങനെ പുള്ളിച്ച് ചേരാണ്. ഇതാണ് ഇവിടുത്തെ ഉള്ളത്തെ ഇതാണത് ഫുള്ളും. ഇവിടുത്തെ പോസ്റ്റ് ഓഫീസ് പറഞ്ഞാൽ പറഞ്ഞില്ലേ, ഞാനൊരു വില്ലേജിലുള്ളത് ഗായ്സ്. ഇവിടുത്തെ ഇതാണ് ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ്. സ്പീഡ് പോസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇതാണ് സ്പീഡ് പോസ്റ്റിൻ്റെ ഉള്ളിൽ. ഇവിടെ തോനെ വന്ന് എടുത്തിട്ടുണ്ട്. ഇവിടെ പോയി എത്തി, പക്ഷെ നല്ല തിരക്കുണ്ട്. ഇപ്പോഴും ഇതിനൊരു ഇതായിട്ടൊന്നുമില്ല. എന്താ ചെയ്യുക? ഷായിൽ, വാട്ട് വിൽ ഡു? അങ്ങനെ പുറത്തോട്ട് നിൽക്കുകയാണ് നമ്മൾ. ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇവിടെ ഇരിക്കാം. എത്ര നേരമായി. അങ്ങനെ സാധനം എല്ലാം മേടിച്ചു. പൈസ എല്ലാം കൊടുത്തു. ഇപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ ഇറങ്ങി തിരിച്ച് വണ്ടിൻ്റെ ആണ്ട് പോവാണ് ഗായ്സ്. അങ്ങനെ അതെല്ലാം റെഡിയായി. നമ്മളിപ്പോൾ പാർസൽ കൊടുത്തു. പിന്നെ ഇപ്പോൾ തിരിച്ചിഞ്ഞ് റൂമറ്റ് പോവാണ്. റൂമറ്റല്ല, ഞങ്ങൾ എവിടെയും പോകണം വിചാരിച്ചിട്ടുണ്ട്. ഇതാണ് ഷാലിൻ്റെ ഓൺ കാർ. ഷാൽ കാണുന്ന പോലെ ഒന്നല്ല. നമ്മളെന്ത് ചെയ്യും ഷായൽ? പറയ്, നമ്മളെന്ത് ചെയ്യും? നിജി വൈറലൊന്നും ആവണില്ല. ഇവന്റെ സംഭവം ഇവന്റെ ഫേസ് നമ്മൾ ഇവിടുത്തെ റീൽസിൽ അയച്ചിട്ട് പോകുമ്പോ വൈറലായി എന്നാ പറഞ്ഞു. ഞാനൊന്നും അത്രക്കാരൊന്നും ആയിട്ടില്ല ഷായിലെ. എന്താ ചെയ്യും ഷായിലെ? വാട്ട് വിൽ ഡു നെക്സ്റ്റ് പ്ലാൻ? നോ, വി വിൽ ഗോ എനിവേർ യാർ. ഇന്നിപ്പോ ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല ഗായ്സ്. അതാണിപ്പോ ഫേസൊക്കെ ഇങ്ങനെ വല്ലാണ്ടായിത്തിന്. പിന്നെ തണുപ്പല്ലേ, പിന്നെ ലിപ് ബാം ഇടാനും മറന്ന്. അതാണ് ലിപ്പൊക്കെ എങ്ങനെ ആയിട്ട് അത് ചോളം ചെട്ടതായിട്ടുണ്ട്. ഡേ ബൈ ഡേ തണുപ്പും ചൂട് വരികയാണ്. അപ്പം നല്ല ടാസ്ക്കാണ് ഇവിടെ നിൽക്കാൻ. ഫേസ് ആദ്യം എന്തോ പോലെ ആയിട്ടില്ലേ. ഇനി പോയി ഫ്രഷ് ആവണം. പിന്നെ ഇന്ന് മാച്ച് ഉണ്ട്. ഇന്ന് 4 മണിക്ക് മാച്ച്. അപ്പോൾ അതിന് റെഡി ആവണം. അപ്പോൾ തിരിച്ച് റൂമിൽ പോവാം. പോകുമ്പോൾ കാണാം. ഇതാണ് ഗായ്സ് ഇവിടുത്തെ വ്യൂ. ഇപ്പം തിരിച്ച് റൂമിൽ പോകാനടാ. മൗണ്ടെയിനെല്ലാം ഇപ്പോൾ അവിടുത്തെ മൗണ്ടെയിനെല്ലാം ഇപ്പോൾ നല്ല ഡ്രൈ ആയിട്ടുണ്ട്. അതെന്താ കാരണം എന്ന് വെച്ചാൽ സ്നോഫാൾ ആവാനായി. അപ്പോൾ സ്നോഫാൾ ആവാനാവുമ്പോൾ എല്ലാം ഡ്രൈ ആവും. എന്നിട്ടാണ് പിന്നെ സ്നോഫാൾ പെയ്യാം. അപ്പം ഇതിൻ്റെ 2 മല അപ്പുറത്താണ് ഈ ചാർജിൽ എല്ലാം. പക്ഷെ ആണ്ട് റോട്ടില്ല, വേറെ വഴിക്കൂടെ അങ്ങനെ പോകണം. അങ്ങനെ ഇപ്പം ഞങ്ങൾ റൂമിൻ്റെ ആണ്ട് പോവുകയാണ്. ഈ സ്ഥലത്തിൻ്റെ പേരാണ് പ്ലാൻ ബാൻഡിപുര. അങ്ങനെ പിന്നെ അവിടുന്ന് എല്ലാം
തിരിഞ്ഞ് ഇതാണ് നമ്മളെ ജുറേഷിക്ക് പോണ റോഡ്. ആ റോഡ് നേരെ ചാർജില് ജുറേഷ് പോണ റോഡാണ് ആ റോഡ്. പിന്നെ 40RRന്റെ ആർമി ക്യാമ്പ്. അപ്പൊ ഇവിടെ പറഞ്ഞപ്പോ നല്ല തണുപ്പുണ്ട്. ഇതാണ് പിന്നെ ഷായില്, നമ്മളെ ഷായി ആളെ അടിപൊളിയാണ്. വണ്ടിന്റെ ആറാട്ടാണ് രാവിലെ ഒരു 6 മണി മുതൽ അടിപൊളിയാണ് കാണുന്നത്. അതേപോലെ തന്നെ ഈ സ്ഥലത്തിന്റെ പേരാണ് മെയിൻ നോപ്പുര. വീടല്ലാണ്ടല്ലോ. ഇതാണ് ഞാൻ ബാണ്ടിപ്പുര, കാശ്മീരില് ശ്രീനഗറിന് ഒരു 80 കിലോമീറ്റർ. നമ്മള് ഫുഡ് വില്ലന്റെ അവിടെ ഈ ഫുഡ് വില്ല പറഞ്ഞാൽ ഇത് പിന്നെ നമ്മളെ ഫുഡ് വില്ല 3 നേരം ഫുഡും ഈ ഹോട്ടലിൽ നിന്നാണ് ഫുഡ്. ഹോട്ടലാ. അപ്പൊ ഫുഡെല്ലാം അവിടെ നിന്നാണ് എപ്പോഴും അവിടെ തിന്നാം. അങ്ങനെ പിന്നെ നായ്ക്കളെല്ലാരും സൈസ് കണ്ടില്ലേ? ഇവരെ എന്താ തിന്നല്, എന്താ സൈസ് നോക്കി. ഞങ്ങളിപ്പോ ഏതൊരു സ്ഥലത്ത് പോവാണ്. ഷായില് നമ്മളോട് ഈ സ്ഥലത്തേക്ക് പോവാറുണ്ട്. ദിസ് ഈസ് വേർ ഇതാണ്ടാ നല്ല വ്യൂ അല്ലേ? നല്ല വ്യൂ നോക്കി. എന്താ വ്യൂ. ഇതിപ്പോ എന്റെ റൂമിന് ഒരു 500 കിലോമീറ്റർ ഇപ്പുറത്താണ്. ഇതിന്റെ നേരെ 2 മലന്റെ അപ്പുറം പാകിസ്ഥാനായി. പിന്നെ ഈ സൈഡില് പറഞ്ഞാൽ ലേ ചാർജില് ആ റോഡ്. ഇപ്പോ ഈ വാട്ടർ ഫുള്ള് ഇപ്പൊ ഡാം പൂട്ടിയിട്ടുണ്ട്. അതാണ് തീരെ വെള്ളമില്ലാത്ത. ഇതിപ്പോ വൈകുന്നേരം ആകുമ്പോ നല്ല വെള്ളം ഉണ്ടാവും. പക്ഷെ ഈ വള്ളത്തിൽ ഇപ്പൊ തൊട്ടാ -5 വരെ തണുപ്പാവും. അത്ര തണുപ്പുണ്ട് വെള്ളം. ഇവിടുന്ന് ഞാൻ എന്താ ഓൺ വോയിസ് പറഞ്ഞ കാരണം ചോദിച്ചാല്, ഷായില് പാട്ടിട്ട് ഈ വീഡിയോ അപ്പോൾ പിന്നെ കോപ്പിറൈറ്റ് വരും. അതാണ് ഞാൻ ഓൺ വോയിസ് പറയാൻ കാരണം. പിന്നെ ഞങ്ങൾ അവിടെ എത്തി വീണ്ടും ഞങ്ങൾ വണ്ടി തിരിച്ച് റൂമിൽ പോവാണ്. വെറുതെ ഇങ്ങനെ വന്നു. പെട്രോളും ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പം ഇന്ന് മാച്ച് ഉണ്ടായതുകൊണ്ട് വേറെ എവിടെയും പോകാനൊന്നും പറ്റിയിട്ടില്ല. അങ്ങനെ തിരിച്ച് റൂമിൽ പോവാം. അങ്ങനെ ഇപ്പോൾ റൂമിൻ്റെ ഇവിടെ എത്തി. ചോറിയെല്ലാം അയച്ചു. നമ്മൾ തിരുവനന്തപുരത്താണ് സാധനം. കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ശരി, ബൈ ഷായിൽ, ബൈ.